അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോവല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചക്കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു കായ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ പീസ് പടവലങ്ങ, പിന്നെ അതുപോലെ തന്നെ ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, പിന്നെ എടുത്തിട്ടുള്ളത് വഴുതനങ്ങയാണ്, ഒരു വഴുതനങ്ങ, കുറച്ചൊരു 5-6 കൊത്തമരയ്ക്ക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ മറ്റേ മുരിങ്ങക്ക ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് നമ്മൾ അവിയലിന് സാധാരണ അരി അതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. മൊത്തത്തിലൊന്ന് ചൂടായി വരുന്നത് വരെ തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം. വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിക്കുന്നില്ല. ആ എണ്ണയിൽ കിടന്ന് തന്നെ ആ ഒരു ചെറിയ ആവിയിൽ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ സമയത്തൊക്കെ തീരെ ഡ്രൈ ആയിട്ടിരിക്കാൻ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 മുതൽ 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതെന്തായാലും ഇച്ചിരി വെള്ളമുണ്ട്. നമ്മൾ ആ ഒരു ആവിയൊക്കെ ഇറങ്ങി കുറച്ച് വെള്ളം ഉണ്ടാവും. ഞാൻ ഈ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. നമ്മളിത് നന്നായിട്ട് വെന്ത് ചെറുതായിട്ട് ഉടയുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും 1/2 കപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുള്ള ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഗോൾഡൻ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്ന ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് അധികം താല്പര്യമില്ലെങ്കിൽ ഒരെണ്ണം ഇട്ടാലും മതി. തീരെ താല്പര്യമില്ലാത്തവർ വെളുത്തുള്ളി ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം പുളിയുള്ള തൈര് എടുക്കണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും അരച്ചൊന്നും എടുക്കുന്നില്ല, ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയില്ല, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അവിയൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിലുള്ള അവിയലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലുള്ള തൈരിൻ്റെയൊക്കെ ഒരു നനവുണ്ടല്ലോ, അതിൽ തന്നെ അരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഞാനത് അരച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ പച്ചക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു ആവിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ തന്നെയാണ് കിടന്നിട്ട് വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ചേനയൊക്കെ ചേർക്കുകയാണെങ്കിൽ ചേനയ്ക്കൊക്കെ വേവാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അത് നോക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കായ വെന്തോ നോക്കിയാൽ മതി. കായ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ചതച്ചെടുത്തിരിക്കുന്ന ഒരു കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഇതിൻ്റെ ഈ ഒരു നാളികേരത്തിൻ്റെയൊക്കെ ഒരു ആവി ഉണ്ടല്ലോ, ആ പച്ചക്കറിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വെക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിങ്ങനെ വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ആ പച്ചക്കറിയിലൊക്കെ പിടിക്കും. അപ്പോൾ അതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ആ ഒരു നാളികേര കൂട്ടിൻ്റെയൊക്കെ ഒരു മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ താവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ വല്ലാതെ അങ്ങ് ഉടയ്ക്കുന്നില്ല, എന്നാലും കുറച്ചൊന്ന് ഉടഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ അവിയലിന് നല്ലത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കുക കേട്ടോ. കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് എന്തായാലും ഇച്ചിരി ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. ഒരു 2-3 തണ്ട് കറിവേപ്പിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ അങ്ങ് ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ളൊരു അവിയലാണ്. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് എന്നാൽ അധികം ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.